നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നും പഠിക്കുന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 കുറിച്ചാണ്. ഇത് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 എന്ന പേരിലാണ് നമുക്ക് സുപരിചിതമായിട്ടുള്ളത്. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ മേഖല. അപ്പോൾ ഇതിൽ നിന്നും പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷനുകൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു മേഖലയെക്കുറിച്ചാണ്. സമൻസിനെ കുറിച്ചും വാറൻറ്റിനെ കുറിച്ചുമുള്ള ഒരു ഏരിയ ഉണ്ട്. ഇത് മനസ്സിലാക്കുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. അതിൽ നോക്കുമ്പോൾ സമൻസ് എന്താണ്, വാറൻറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം, അല്ലേ? അതിൽ CRPC സെക്ഷൻ 62 ഉണ്ട്, 62 സെക്ഷൻ 62 ഓഫ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. അതേപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലാണെങ്കിൽ സെക്ഷൻ 64 എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 64 BNSSഉം 62 CRPCയും ഉണ്ട്. ഇത് പ്രകാരം നോക്കിയാൽ എന്താണ് ഇത് 62 പറയുന്ന കാര്യം എന്താണ്? സമൻസ് ഹൗ സെർവ്ഡ്, എങ്ങനെയാണ് ഒരു സമൻസ് ഇഷ്യൂ ചെയ്യേണ്ടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സമൻസ് നൽകേണ്ടത് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സമൻസ് ഹൗ സെർവ്ഡ് എന്ന് പറയുന്നത്. അപ്പം നിശ്ചിത ദിവസം, എന്താണ് സമൻസ് എന്ന് ചോദിച്ചാൽ ഒരു നിശ്ചിത ദിവസം കോടതി മുൻപാകെ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് കോടതി നൽകുന്ന ഒരു നോട്ടീസ്, ഒരു വ്യക്തിക്ക് കോടതി നൽകുന്ന നോട്ടീസിനെയാണ് സമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദിവസം ഒരു വ്യക്തി കോടതിക്ക് മുൻപാകെ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കോടതി ആ വ്യക്തിക്ക് നൽകുന്ന ഒരു നോട്ടീസിനെയാണ് നമ്മൾ സമൻസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ കോടതിയുടെ സമൻസ് ഈ വ്യക്തിക്ക് നൽകാൻ ചുമതലപ്പെട്ട ആളുകളെന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആവാം. അതൊരു പബ്ലിക് സർവൻ്റ് ആവാം, ഒരു പബ്ലിക് സർവൻ്റ്, അതല്ലെങ്കിൽ കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥൻ ആവാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ പോലീസുകാർ മുഖേനയും ഈ പറയുന്ന സമൻസ് വിതരണം ചെയ്യാം. അപ്പോൾ സമൻസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? സമൻസ് വ്യക്തിയെ നേരിട്ട് ഏൽപ്പിക്കണമെന്നുള്ളതാണ് നിബന്ധന. സമൻസിൻ്റെ ഒരു പകർപ്പ് എന്ത് ചെയ്യണം? ഹാജരാകേണ്ട ആളിന് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആൾക്ക് ഹാജരാകുവാൻ സാധിക്കുകയുള്ളൂ, നമുക്കറിയാം, അല്ലേ? അതേപോലെ തന്നെ എന്ത് ചെയ്യണം? നേരിട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ വഴി, നമുക്കിപ്പോൾ ഇലക്ട്രോണിക് മീഡിയ ധാരാളമുണ്ട്. ഇമെയിലുണ്ട്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഇലക്ട്രോണിക് മീഡിയ വഴി നമുക്ക് നൽകാം. പക്ഷേ എന്തൊക്കെ സംവിധാനമാണെങ്കിലും സമൻസ് കൈപ്പറ്റിയതായിട്ട് ഒരു കൈപ്പറ്റ റെസിപ്റ്റ് നമ്മൾ നൽകേണ്ടതായിട്ട് വരും. ഇതാണ് CRPC സെക്ഷൻ 62 പ്രതിപാദിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് CRPC സെക്ഷൻ 64 ഉണ്ട്. അതെന്താണെന്ന് നോക്കാം, അല്ലേ? CRPC സെക്ഷൻ 64 അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 66 ഉണ്ട്, അല്ലേ? CRPC സെക്ഷൻ 64 അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ സെക്ഷൻ 62 ഉണ്ട്. അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലാതെ പറയുന്ന കാര്യം ഇതാണെന്നായിരിക്കാം. സർവീസ് വെൻ പേഴ്സൺ സമ്മൺഡ് കാനോട്ട് ബി ഫൗണ്ട്. അതായത് സർവീസ്, അതായത് സമൻസ് നൽകാനായിട്ട് ചെല്ലുന്ന വ്യക്തിയെ അവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത നടപടിക്രമം എന്ന് വിശദമാക്കുന്ന സെക്ഷനാണ് CRPC സെക്ഷൻ 64 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 66 എന്ന് പറയുന്നത്. അപ്പോൾ ആളിനെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ കയ്യിൽ ഈ സമൻസ് നൽകേണ്ടതായിട്ട് വരും. അംഗം എന്ന് പറയുമ്പോൾ പുരുഷ അംഗത്തിൻ്റെ കയ്യിലാണ് കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ആ പുരുഷ അംഗം എന്ന് പറയാൻ നേരത്ത് ആ വീട്ടിൽ വേലക്കാരനും ആവരുത് എന്ന് പറയുന്നുണ്ട്. കൈപ്പറ്റിയ അംഗം എന്ത് ചെയ്യണം? സമൻസ് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ഈ കൊണ്ടുവന്നയാളിന് രേഖാമൂലം ഒരു മറുപടിയും നൽകേണ്ടതായിട്ടുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് CRPC സെക്ഷൻ 64 ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 66 എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ ഏതായിരിക്കാം? CRPC സെക്ഷൻ 66 ഉണ്ടല്ലേ? CRPC സെക്ഷൻ 66 ഉണ്ട്. CRPC സെക്ഷൻ 66 എന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ അതിനെ പ്രതിപാദിച്ചിരിക്കുന്നത് സെക്ഷൻ 68 ആ 68 പറയുന്ന കാര്യം ഇതാണ്: സർവീസ് ഓൺ ഗവൺമെൻറ് സർവൻറ്റ്. അതായത് ഒരു ഗവൺമെൻറ് സർവൻറ്റിനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് സമൻസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരനായ വ്യക്തിക്ക് സമൻസ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓഫീസ് മേധാവിക്ക് 2 പകർപ്പ് കൊടുക്കും, അല്ലെ? ഓഫീസ് മേധാവിക്ക് 2 പകർപ്പുകൾ നൽകും. ആ ഓഫീസ് മേധാവി 2 പകർപ്പും സ്വീകരിക്കുന്നു. എന്നിട്ട് ഒരു കോപ്പി ആർക്കാണോ സമൻസ് വന്നിരിക്കുന്നത് അയാൾക്ക് നൽകിയിട്ട് മറ്റൊരു കോപ്പി എന്ത് ചെയ്യുന്നു? ഒപ്പിട്ടിട്ട് തിരികെ സമൻസ് ഇങ്ങോട്ടേക്ക് അയച്ച വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം ഏതാണോ അങ്ങോട്ടേക്ക് കോടതിക്ക് കൊടുക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഈ രീതി. ഗവൺമെൻറ് സർവൻറ്റിന് സമൻസ് ഇഷ്യൂ ചെയ്യുന്ന രീതി ഇതാണ്. അതായത് CRPC സെക്ഷൻ 66 പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് കിട്ടുന്നെങ്കിൽ അത് ഓഫീസ് മേധാവിക്ക് അയക്കുന്നു, 2 കോപ്പി അയക്കുന്നു. ഓഫീസ് മേധാവി ഒരു കോപ്പി ഒപ്പിട്ട് നൽകിയിട്ട് മറ്റേ കോപ്പി ആർക്കാണോ സമൻസ് വന്നത് ആ വ്യക്തിക്ക് നൽകുന്നു. ഇതാണ് അവിടുത്തെ ചടങ്ങെന്ന് പറയുന്നത്. ഇനി അടുത്തത് CRPC സെക്ഷൻ 62 ആണ്, അല്ലെ? CRPC സെക്ഷൻ 62 അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 74 എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? CRPC സെക്ഷൻ 72 അതല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 74 അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? വാറൻസ് ടു ഹൂം ഡയറക്റ്റഡ്. വാറൻസ്
ടു ഹൂം ഡയറക്റ്റ്, അതായത് വാറന്റുകൾ ആർക്കാണ് അധികാരപ്പെടുത്തി കൊടുക്കുന്നത് എന്നാണ് നോക്കുന്നത് അല്ലേ. വാറന്റുകൾ ആർക്കാണ് അധികാരപ്പെടുത്തി കൊടുക്കുന്നത്, വാറന്റ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ സമൻസ് അയച്ചു, സമൻസ് ലഭിച്ച വ്യക്തി എന്താണ്, ഹാജരാകുന്നില്ല. അപ്പോൾ സമൻസ് ലഭിച്ചിട്ടും കോടതി മുൻപാകെ ഹാജരാകുവാൻ വിസമ്മതിക്കുന്ന വ്യക്തിയെ കോടതി മുൻപാകെ ഹാജരാക്കുവാനായിട്ട് പുറപ്പെടുവിക്കുന്നതാണ് വാറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സമൻസ് അയച്ചിട്ട് ഹാജരായില്ലെങ്കിൽ അടുത്ത നടപടി എന്ന് പറയുന്ന ഏറ്റവും അവസാനം വാറന്റിലേക്കാണ് അത് എന്ന് എത്തിച്ചേരുന്നത്. അപ്പോൾ കോടതി എന്ത് ചെയ്യും, വാറന്റ് പുറപ്പെടുവിക്കും. ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ട് അത് നൽകുന്നത് ആർക്കാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും. പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പിന്നെ ഹാജരാക്കേണ്ടത്. ഇനി എമർജൻസി ആണെന്നുണ്ടെങ്കിൽ പോലീസ്, അല്ല എന്നുണ്ടെങ്കിൽ എമർജൻസി ആണെന്ന് മറ്റേതെങ്കിലും ഏജൻസി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കോടതിക്ക് വാറന്റ് നൽകി ചുമതലപ്പെടുത്താവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സെഗ്മെന്റ് നോക്കിയാലോ, CRPC സെക്ഷൻ 74 CRPCയിലെ സെക്ഷൻ 74, ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 76. അതെന്താന്ന് നമുക്ക് നോക്കാം അല്ലെ. അത് പറയുന്നതാണ് വാറന്റ് ഡയറക്റ്റഡ് ടു പോലീസ് ഓഫീസേഴ്സ് എന്ന്. വാറന്റ് ഡയറക്റ്റഡ് ടു പോലീസ് ഓഫീസേഴ്സ് എന്ന് വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാറന്റാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് കോടതി അധികാരപ്പെടുത്തിയിട്ട് DYSPക്ക് ഒരു വാറന്റ് അധികാരപ്പെടുത്തി കൊടുക്കുകയാണ്. പക്ഷേ DYSP എന്ത് ചെയ്യുന്നു, അത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള CIO അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ മുതലായ റാങ്കിലുള്ള ആളുകൾക്ക് എൻഡോഴ്സ് ചെയ്ത് പുറത്തെഴുതി കൊടുക്കുന്നു. അങ്ങനെ അവർ മുഖാന്തരം എന്ത് ചെയ്യാൻ പറ്റും, വാറന്റ് നടപ്പിലാക്കാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് ചുമതലപ്പെടുത്തി കൊടുക്കുന്ന വാറന്റ് മറ്റൊരാൾക്ക് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത CRPC സെക്ഷൻ 77 എന്താണെന്ന് നോക്കാം അല്ല. CRPC സെക്ഷൻ 77 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 79 എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ല. CRPC സെക്ഷൻ 77 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 79 എന്താണെന്ന് നോക്കാം. അത് ഇത്രയുള്ളൂ, വേർ വാറന്റ് മേ ബി എക്സിക്യൂട്ടഡ് അല്ലെ. വേർ വാറന്റ് മേ ബി എക്സിക്യൂട്ടഡ് എന്ന് വെച്ചാൽ വാറന്റ് എവിടെ നടപ്പാക്കണം, ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് വെച്ച് വേണമെങ്കിലും നടപ്പാക്കാവുന്ന ഒന്നാണ് വാറന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വാറന്റ് എവിടെ വെച്ച് നടപ്പാക്കണം എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ എവിടെ വെച്ച് വേണമെങ്കിലും നടപ്പാക്കാവുന്ന ഒന്നാണ് വാറന്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന് പറയുന്ന, അതല്ലെങ്കിൽ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറയുന്ന ഭാഗമാണ് ഈ ഒരു മേഖല. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.